Hey everyone, so welcome to the part 2 of our travel vlog to Mogambiga. അങ്ങനെ മുരുടേശ്വരെല്ലാം പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് മൂകാംബിക ദേവീനെ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് കയറുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി 9 മണി വരെയാണ് പൂജ. അപ്പോൾ അതിനുള്ളിൽ കയറി തൊഴാൻ പറ്റുമെന്ന് സംശയിച്ചാൽ ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ കയറി ചെല്ലുന്ന ടൈമിൽ തന്നെയാണ് ഭഗവതിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു വല്ലാത്ത ഫീൽ. വൈകുന്നേരത്തെ രഥം എഴുന്നള്ളിക്കലും പുറത്തേക്ക് എഴുന്നള്ളിക്കലും എല്ലാം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് കാണാൻ കഴിഞ്ഞു. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു ടൈമിലാണ് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. നട അടയ്ക്കാനുള്ളതിന് മുന്നേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് തൊഴാനായിട്ട്. അപ്പോൾ അകത്ത് കയറി തൊഴൽ എത്രത്തോളം പറ്റും എന്നുള്ളത് ഞങ്ങൾക്കൊരു സംശയമായിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ട് പുറത്ത് നിന്നിട്ടാണെങ്കിലും ഭഗവതിയെ നന്നായിട്ട് തൊഴാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. പുറത്തേക്ക് എഴുന്നള്ളിച്ചേക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കയറണോ വേണ്ടയോ അകത്തേക്ക് എന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങൾ നിന്നത്. എന്തായാലും വന്നതല്ലേ, അങ്ങനെ എപ്പോഴും വരാൻ സാധിക്കുന്നൊരു സ്ഥലവുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ക്യൂ നിൽക്കാം എന്നുള്ളത്. ജാനി എത്രത്തോളം സമ്മതിക്കും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നല്ല തിരക്കും ക്യൂവും എല്ലാം കൂടെ വരുമ്പോൾ ആൾക്കൊരു ബുദ്ധിമുട്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചേക്കാളും അപ്പുറത്ത് നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ജാനി നിന്നിട്ടുണ്ടായിരുന്നത്. ആൾ ക്യൂവിലുള്ള ആൾക്കാരെയൊക്കെ തോണ്ടിയും വർത്താനം പറഞ്ഞും ഒക്കെ എൻജോയ് ചെയ്തിട്ടാണ് തൊഴാനായിട്ട് അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ഭഗവതിനെ സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിച്ചതും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പയ്യെ നീങ്ങുന്ന ക്യൂ ആയിരുന്നു. കുറച്ച് ഇടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ തന്നെ സുഖമായിട്ട് ഞങ്ങൾക്ക് നടക്കിൽ ചെന്ന് തൊഴുതിറങ്ങുമ്പോഴത്തേക്കും അന്നദാന മണ്ഡപത്തിൽ ഊണ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനീനെയും കൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് അച്ഛനും ഞാനും ജാനിയും കൊണ്ട് റൂമിലേക്ക് പോന്നു. പയ്യെ കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെല്ലാം അമ്പലത്തിൽ നിന്ന് തന്നെ കഴിച്ചു. ഇഷ്ടപ്പെട്ട ടോയ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ പയ്യെ റൂമിലേക്കും പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പോയി തൊഴാനൊക്കെ പ്ലാനിട്ടെങ്കിലും എല്ലാവരും തലേദിവസത്തെ ക്ഷീണം കാരണം റെഡിയായി വന്നപ്പോൾ ഒരു 6:45-7 മണിയായി. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയെല്ലാം ഒരുപാട് ആൾക്കാരിങ്ങനെ പൂവെല്ലാം വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു തട്ടവും കുറച്ച് മുല്ലപ്പൂവും വാങ്ങി ഞങ്ങൾ ചൂടിയിട്ട് രാവിലെ ഭഗവതിയെ കാണാൻ അകത്തേക്ക് ചെല്ലുകയാണ്. തലേന്നത്തെ തിരക്ക് അറിയാവുന്നതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും തിരക്ക് പ്രതീക്ഷ തന്നെ ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. ചെന്ന പാടെ ഞങ്ങൾ കയറി ക്യൂവിൽ നിന്നു. രാവിലെ തന്നെ എണീപ്പിച്ചതുകൊണ്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ ജാനി മുഴുവൻ ഉറക്കമായിരുന്നു. ഞങ്ങൾ 7:30 ക്യൂ നിന്നിട്ട് 9 മണിയായി നടക്കൽ ചെന്ന് തൊഴുമ്പോൾ. ഞങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ ഇന്നലെ രാത്രി കണ്ട പോലെ രാവിലെ രഥത്തിലും പുറത്തേക്കുള്ള എഴുന്നള്ളിക്കലും എല്ലാം കാണാൻ പറ്റി. തൊഴുതിറങ്ങിയ സന്തോഷത്തിൽ കുറച്ചധികം ഫോട്ടോസ് എല്ലാം അവിടെ നിന്ന് എടുത്തു. പിന്നെ ദേവിയുടെ ലഡ്ഡു പ്രസാദവും കുങ്കുമവും എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് കുഞ്ഞിലേ മുതൽ മൂകാംബിക അമ്പലം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന രഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക. ഞങ്ങൾ തൊഴുതിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഭഗവതീനെ ആ രഥത്തിൽ വെച്ചിട്ട് അടുത്ത എന്തൊക്കെയോ ചടങ്ങുകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് കുറേ നാണയങ്ങൾ വലിച്ചെറിയും. അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ലൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ആ രഥം ഇങ്ങനെ വലിച്ച് നീക്കുന്നതും എല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നല്ലൊരു ദർശനം കിട്ടിയതിൻ്റെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ സമയമായി. പക്ഷേ പോരുന്നതിന് മുന്നേ ഇത്രയും നാൾ വൈകിച്ച പോലെ ഇനി അങ്ങോട്ട് വൈകിക്കരുത്, എത്രയും വേഗം ഇനിയും ഭഗവതീനെ കാണാൻ വരാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പയ്യെ ഞങ്ങൾ മൂകാംബിക ദേവിയോട് അവിടെ നിന്ന് യാത്ര പറഞ്ഞു. അങ്ങനെ നല്ലൊരു ദർശനവും അത്യാവശ്യം കുറച്ച് ഷോപ്പിങ്ങും
നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയി. അവിടെ നിന്ന് റൂം ചെക്കൗട്ട് ചെയ്തിട്ട് പയ്യെ മൂകാംബികയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു. അങ്ങനെ അമ്മ വിളിച്ചാൽ മാത്രം വന്നെത്താൻ പറ്റുന്ന, അമ്മയുടെ അനുഗ്രഹത്തോടെ മാത്രം കാണാൻ പറ്റുന്ന മൂകാംബിക ദേവീനെ തൊഴുത് അടുത്തത് കനകദാസൻ്റെ ജനാലയിലൂടെ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഉടുപ്പിയിലേക്കാണ്. കനകന കിണ്ടി, അതായത് കനകദാസൻ്റെ ജനാല. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ചുമരിൽ ചെറിയൊരു ജനാലയുണ്ട്. അവിടെ നിന്നാണ് താഴ്ന്ന ജാതിക്കാരനായ തൻ്റെ ഭക്തൻ കനകദാസനെ ശ്രീകൃഷ്ണൻ ദർശനം കൊടുത്തിട്ടുള്ളതെന്നാണ് ഐതിഹ്യം. അകത്തേക്കുള്ള പ്രവേശനം നിരസിച്ച വിഷമത്തിൽ കനകദാസൻ ശ്രീകൃഷ്ണനെ പാടി വിളിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പിൻഭാഗത്തുള്ള ജനലയിലൂടെ കനകദാസന് ദർശനം നൽകി എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് പോലും ഇവിടെ എല്ലാവരും കയറ്റാൻ തുടങ്ങിയത്. മൂകാംബികയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് കടകളൊക്കെ ഉള്ളതുകൊണ്ട് പയ്യെ കടകളൊക്കെ കയറി എന്നിട്ടാണ് ഞങ്ങൾ ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ അത്യാവശ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യൂ ആയതുകൊണ്ട് എല്ലാവരും ക്യൂവിൽ തന്നെ വേഗം തന്നെ കയറി നിന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഭോജനശാലയിലേക്കുള്ള ക്യൂ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. എന്നാലും ക്യൂ നിൽക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഫ്രീ ദർശൻ ക്യൂവിൽ ആദ്യം തന്നെ നിന്നു. പിന്നീട് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ഫ്രീ ദർശനിൽ ദർശനം കിട്ടണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും എടുക്കും. കുട്ടീനെ കൊണ്ട് അത്ര നേരം നിൽക്കലും പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് അന്ന് തന്നെ എത്തേണ്ടതും ഉള്ളതുകൊണ്ട് ഒരുപാട് ഡിലേ ആവണ്ട എന്ന് കരുതി. അപ്പം തന്നെ ഉച്ചയ്ക്ക് സമയം 12 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്ര സമയം ചെലവിടാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 200, അങ്ങനെ 5 പേർക്ക് 1000 കൊടുത്ത് ശീഘ്ര ദർശൻ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ. അതാവുമ്പോൾ മാക്സിമം 10 മിനിറ്റിൽ തൊഴാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പോലും എടുത്തില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. നേരെ ഒരു ഇടനാഴിയിലൂടെ നേരെ കൃഷ്ണൻ്റെ മുന്നിലേക്ക്. രത്നങ്ങളാൽ അലങ്കരിച്ച ഉടുപ്പി ശ്രീകൃഷ്ണനെ മനസ്സ് നിറഞ്ഞു തൊഴാനായിട്ട് സാധിച്ചു. അങ്ങനെ നല്ലൊരു ദർശനത്തിന് ശേഷം ആ ഇടനാഴിയിൽ കുറച്ചധികം നേരം ഞങ്ങൾ ഇരുന്നു. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ വലിയ ഗോശാലയാണ്. എത്ര പശുക്കളാണ് അവിടെ ഉള്ളതെന്നറിയാവോ? എല്ലാവരും നല്ല നീറ്റായിട്ട് പാട്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ടാണ് അവിടെ കഴിയണത്. ജാനിക്ക് എന്തായാലും വന്നതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടാവുക ഈ ഗോശാല. അവൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അച്ചാച്ചനാണെങ്കിൽ ഓരോ പശുവിൻ്റെ ചെവിയിലും തലയിലൊക്കെ തൊടിയിച്ച് എല്ലാം കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഉടുപ്പി ക്ഷേത്രത്തിൽ വന്നതിൻ്റെ പ്രധാന ഒരു ഓർമ്മ ഈ ഗോശാല തന്നെയായിരുന്നു. പണ്ട് കുഞ്ഞിലെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ വന്നിട്ടുള്ളൊരു ഓർമ്മയുണ്ട് എനിക്ക്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ ഹാളിലൊരു ഡാൻസ് ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഉച്ച സമയത്തിൻ്റെ ചൂട് സഹിക്കാൻ പറ്റില്ലാണ്ടായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഒരു സോഡയെല്ലാം വാങ്ങിച്ചു കുടിച്ചു. അപ്പോഴാണ് കുറച്ച് ആശ്വാസമായത്. ഈ ആളെ കണ്ടോ? ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പണ്ടൊരു കുഞ്ഞി കൃഷ്ണനാണ് ഉണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഗുരുവായൂർ അർജുൻ ഞാനും പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഉണ്ണിക്കണ്ണൻ. പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇന്ന് ഉടുപ്പിയിൽ വെച്ച് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഹനുമാനെ. നല്ല ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ അപ്പം തന്നെ അങ്ങ് ഫിറ്റ് ചെയ്തു കാറിൽ. അങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങളൊരു ഡിമാർട്ട് കണ്ടപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ഷോപ്പിംഗ് അവിടെ നിന്നാവാമെന്ന് കരുതിയിട്ട് പയ്യെ ഞങ്ങളെല്ലാവരും കൂടെ ഉടുപ്പി ഡിമാർട്ടിൽ കയറി. നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഡിമാർട്ട് എവിടെ കണ്ടാലും എനിക്കും അച്ഛനും ഒരു വീക്ക്നെസ്സാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മാംഗ്ലൂർ ഒരു ചെറിയ ഡിമാർട്ട് കണ്ടായിരുന്നു. പക്ഷെ ഉടുപ്പിയിൽ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോൾ വലിയ ഡിമാർട്ട് കണ്ടു. എന്നാൽ പിന്നെ അവിടെ കയറാമെന്ന് എഴുതിയിട്ട് പയ്യെ അങ്ങോട്ടേക്ക് കയറിയിട്ട് ഒരു കാർട്ട് നിറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ജാനി ബില്ല് ചെയ്യാനൊക്കെ എല്ലാവരും നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചു.
ഉച്ചക്കത്തെ ഭക്ഷണം അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഹൈവേ തന്നെ ഒരു ധാബ കണ്ടപ്പോൾ പയ്യെ എന്നാൽ അവിടെ കയറാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് കയറി. ബിട്ടു ദ ധാബ എന്നായിരുന്നു ധാബയുടെ പേര്. അത്യാവശ്യം മോശമില്ലാത്ത ഫുഡായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു ഫുഡ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് മേജർ ഡെസ്റ്റിനേഷനായിട്ട് ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ്. പക്ഷേ ഇടയ്ക്കൊരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്താമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കാസർഗോഡ് അടുത്ത് എവിടെയോ ഒരു ചെറിയ ടീ ബ്രേക്ക് എടുത്തു. അവരെല്ലാവരും ചായ പറഞ്ഞു. ഞാൻ എൻ്റെ യൂഷ്വൽ ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം ആ സമയത്തേക്കുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കണ്ണൂർ എത്തിയപ്പോഴത്തേക്കും അർജുന് കണ്ണൂർ കോക്ടെയിൽ, ഒത്തൻറ്റിക് കണ്ണൂർ കോക്ടെയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അതും കഴിച്ചു. ഞാൻ ഓൾറെഡി മിൽക്ക് ഷേക്ക് കുടിച്ചുകൊണ്ട് എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള 7 Days റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചെറിയൊരു ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങൾ ഈ 2 days ട്രിപ്പ് അങ്ങനെ അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.